Good morning. Good morning. എല്ലാരും എക്സാമിന് പഠിച്ചിട്ടുണ്ടോ? എക്സാമിന് പഠിച്ചിട്ടുണ്ടോ? 3 ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാന്ന് പറഞ്ഞല്ലോ. ഓക്കെ, എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് എന്നാല് ടെസ്റ്റ് പേപ്പറേ നെക്സ്റ്റ് മൺഡേയിലേക്ക് ഇടാട്ടോ. ഓക്കെ, നിങ്ങൾ ഒന്നുകൂടി 2-3 ദിവസം കൂടി ഉണ്ടല്ലോ, അപ്പൊ അത് ഒന്നുകൂടി നോക്കാം. നമുക്ക് നെക്സ്റ്റ് മൺഡേയില് എക്സാം ഇടാം. ഓക്കെ അല്ലേ? നമുക്ക് ഇന്നലെ എടുത്തതിന്റെ ബാക്കി ആ ചാപ്റ്റർ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ മറക്കണ്ട, നെക്സ്റ്റ് മൺഡേയിലേക്ക് ഒന്നുകൂടി നിങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക, ഒന്നുകൂടെ പഠിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ ഇന്നലെ നമ്മളെന്താ മോർച്ചറി സർവീസാ പഠിച്ചത് അല്ലെ? നമ്മളറിയാം ഡെഡ് ബോഡീസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അതിലെ ഫങ്ഷണൽ ഏരിയാസ്, ഫങ്ഷണൽ ഏരിയയില് 5 നമ്മൾ പറഞ്ഞായിരുന്നു. ടെസ്റ്റ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫങ്ഷണൽ ഏരിയാസ്, എന്നിട്ട് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ അല്ലെ? ഒരു കവർ ചെയ്ത പോർട്ടിക്കോ എന്ന് പറഞ്ഞാൽ എന്താ? എൻട്രൻസ്. എൻട്രൻസ് എപ്പോഴും ഒരു കവർ ചെയ്ത ഒരു സ്ഥലമായിരിക്കണം. അതിനെ നമുക്ക് ആംബുലൻസിനൊക്കെ വന്ന് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള അത് മതിയായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ വേണം. അതിന്റെ എൻട്രൻസിന്റെ അവിടെ എന്താ കവറിങ് ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ഡെഡ് ബോഡീസ് ഇപ്പൊ മഴയൊക്കെ ഉണ്ടെങ്കിലോ വിറ്റ് നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കവർ ചെയ്തിരിക്കണം. പിന്നെ അതുകൂടാതെ പറഞ്ഞു നമ്മൾ എല്ലാവർക്കും പുറമേ നിന്നുള്ള എല്ലാവർക്കും ആ ഒരു നോട്ടം കിട്ടാത്ത രീതിയിലും ആ ഒരു ഭാഗം എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്തിരിക്കണം. ഒരു സ്ക്രീൻ വെച്ചിട്ട് അത് എന്താ അവിടെ മറച്ചിരിക്കണം എന്നുള്ളതാണ് അതിനകത്ത് ഫസ്റ്റ് പോയിന്റിൽ വരുന്നത്. അതിനകത്ത് ഏകദേശം 18 മീറ്റർ സ്ക്വയർ വിസ്തീർണമുള്ള ഒരു വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ, അതിന്റെ ബോഡി സ്റ്റോറിലേക്കുള്ള ആ പ്രവേശന കവാടത്തിൽ എൻട്രൻസിൽ എന്ത് ചെയ്യണം? അവിടെ ഒരു നല്ലൊരു കവേർഡ് ഏരിയ സജ്ജമാക്കണം. അതെന്ന് വെച്ചാൽ ബോഡീനെ വെറ്റിൽ നിന്നോ അല്ലെങ്കിൽ വെതർ ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കവേർഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ തൊട്ടടുത്തുള്ള ഏരിയയിലേക്കൊക്കെ പെട്ടെന്ന് അവിടെ നിന്നുള്ള നോട്ടമൊക്കെ കിട്ടാത്ത രീതിയിൽ ആ ഒരു ഭാഗം ഒരു മറച്ചിരിക്കണം. നമുക്ക് എന്തായാലും ഒരു നെഗറ്റീവ് ഒരു ഇതാണല്ലോ നമുക്ക് ബോഡിയൊക്കെ കാണാന്ന് പറയുമ്പോൾ, അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് കവർ ചെയ്തിരിക്കണം. രണ്ടാമത്തെ പറഞ്ഞത് റിസപ്ഷൻ ആണ്. റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്ലേസ് വെയർ ബോഡീസ് ആർ ഒബ്സർവ് ആൻഡ് ഡോക്യുമെന്റ്സ് ആർ എക്സാമിൻഡ്. ബോഡീസ് ഒബ്സർവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡോക്യുമെന്റ്സുകളൊക്കെ എക്സാമിൻ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് റിസപ്ഷൻ എന്ന് പറയുന്നത്. അത് എളുപ്പത്തിൽ അങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നതും നമ്മൾ എളുപ്പത്തിൽ സമീപിക്കാൻ പറ്റാവുന്നതും ആയിരിക്കണം. ആൻഡ് അപ്രോച്ചബിൾ സമീപിക്കാവുന്നതും. Okay, it should be easily reachable and approachable. ഇനി തേർഡ് നമ്മള് ട്രോളി ബേ എന്ന് പറഞ്ഞു. ട്രോളി ബേ എന്താണ്? എന്തിനു യൂസ് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഡെഡ് ബോഡീസ്. ഡെഡ് ബോഡീസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രോളി ബേ യൂസ് ചെയ്യുന്നത്. അത് ഒരു റിസപ്ഷന്റെ പരിധിയിലായിരിക്കണം, അല്ലെങ്കിൽ റിസപ്ഷന്റെ പരിധിയിൽ ട്രോളി ബേയും കൂടി വേണം. ഓക്കെ, ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ റീച്ച് ഓഫ് ദ റിസപ്ഷൻ. നെക്സ്റ്റ് പറഞ്ഞത് വെയിറ്റിംഗ് ഏരിയ ആണ്. വെയിറ്റിംഗ് ഏരിയ, എ വെയിറ്റിംഗ് റൂം ഫോർ 15 മീറ്റർ സ്ക്വയർ ഈസ് സജസ്റ്റഡ് ഫോർ ദ എൻട്രി ടു വിസിറ്റേഴ്സ് ആൻഡ് റിലേറ്റീവ്സ്. അപ്പൊ അവർക്കുടെ റിലേറ്റീവ്സിനും വിസിറ്റേഴ്സിനൊക്കെ പ്രവേശനത്തിനൊക്കെ ആയിട്ട് ഒരു വെയിറ്റിംഗ് ഏരിയ സജ്ജമാക്കണം. ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പെട്ടെന്ന് തന്നെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോഡി ഹാൻഡ് ഓവർ ചെയ്യില്ല. അവിടെ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും എന്താ കുറച്ച് ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കംപ്ലീറ്റ് ആണ്. പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ. അപ്പൊ അതുവരെയും അവർക്ക് വെയിറ്റ് ചെയ്യാനൊക്കെ, പിന്നെ അതുപോലെ തന്നെ ബോഡീസ് ഐഡന്റിഫൈ ചെയ്യാത്ത ബോഡീസ് ഐഡന്റിഫൈ ചെയ്യാൻ വരുന്ന വിസിറ്റേഴ്സിനും ഒക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഏരിയ വേണം.
നെക്സ്റ്റ് അഞ്ചാമത്തെ നമ്മൾ പറഞ്ഞത് സ്റ്റോറേജ് ചേംബർ ആണ്. സ്റ്റോറേജ് ചേംബർ എന്ന് പറഞ്ഞാൽ എന്താ, ബോഡീസ് നമ്മൾ കുറച്ച് നാളൊക്കെ ഈ ചീത്തയാവാതെ ഡീകേ വരാതെ പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന ഒരു റെഫ്രിജറേറ്റഡ് ക്യാബിനറ്റ് ആണ് ഈ സ്റ്റോർ ചേംബർ എന്ന് പറയുന്നത്. ഓക്കെ, ലോ ടെമ്പറേച്ചർ ആണ്. ലോ ടെമ്പറേച്ചറിൽ ബോഡീസ് ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യുന്നു, ഡീകേ വരാതെ കീപ്പ് ചെയ്യുന്ന ഒരു ക്യാബിൻ ആണ് സ്റ്റോറേജ് ചേംബർ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ പറഞ്ഞു ടൈപ്പ് ഓഫ് മോർച്ചറി കോൾഡ് ചേംബേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ് ടെമ്പറേച്ചറും ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചറും ഉണ്ടെന്ന് പറഞ്ഞു. പോസിറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾ കുറച്ച് ആഴ്ചകളൊക്കെ ബോഡീസ് ചീത്തയാവാതെ സൂക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ, അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ആ ടെമ്പറേച്ചർ നമ്മൾ നോക്കണം 2 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 4 ഡിഗ്രി സെൽഷ്യസ്, ഇതിന്റെ ബിറ്റ്വീനിലായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ while this is usually used for keeping body for up to several weeks, ആഴ്ചകളൊക്കെ ഈ ബോഡി ചീത്തയാവാതെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീകേ, ചീത്തയാവാതെ ഡീകേ ചെയ്യാതെ സൂക്ഷിക്കാം. പക്ഷെ എന്താ അവിടെ പറഞ്ഞിരുന്നത്, കംപ്ലീറ്റ് ആയിട്ട് ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീകേ ആവുന്നത് പ്രിവെന്റ് ചെയ്യുന്നില്ല എന്നൊരു മീനിങ്. അതായത് കുറെ നാള് നമുക്ക് അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് അങ്ങനെ കൊടുത്തേക്കുന്നത് കേട്ടോ. വിത്ത് കണ്ടിന്യൂ അറ്റ് എ സ്ലോവർ റേറ്റ് ദാൻ അറ്റ് റൂം ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചറിനേക്കാളും സ്ലോവർ താഴ്ന്ന നിരക്കിലായിരിക്കും. അതായത് 2 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 4 ഡിഗ്രി സെൽഷ്യസ്, അതിന്റെ താഴെ ഫ്രീസ് ചെയ്ത് ബോഡീസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആഴ്ചകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ യൂസ് ചെയ്യണേന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ ആണ്. ഇവിടെ ബോഡീസ് കെപ്റ്റ് ചെയ്യുന്നത് എത്ര ഡിഗ്രിക്കാന്ന് പറഞ്ഞത്, ബിറ്റ്വീൻ -50 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് -25 ഡിഗ്രി സെൽഷ്യസ്. അവിടെ മൈനസ് ഒന്നും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. -25 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്, നമ്മള് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടി ഡെഡ് ബോഡീസ് കുറെ നാൾ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഗൾഫിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാസങ്ങളൊക്കെ എത്തിയൊക്കെ ബോഡീസ് ഒക്കെ വരും. അപ്പൊ അത്രയും നാളൊക്കെ ബോഡി ഒരു ഡീകേ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ യൂസ് ചെയ്യുന്നത്. കുറെ നാളുകളൊക്കെ ബോഡീസ് ചീത്തയാവാതിരിക്കാൻ, അഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്നതാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ. അവിടെ ടെമ്പറേച്ചർ നോക്കി -50 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 25 ഡിഗ്രി സെൽഷ്യസ്, -25 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ ആ ടെമ്പറേച്ചറിലായിരിക്കും ബോഡി കീപ്പ് ചെയ്യുന്നത്. ആൻഡ് യൂഷ്വലി യൂസ്ഡ് അറ്റ് forensic institute, particularly when a body has been identified. അപ്പോൾ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൊക്കെ ബോഡിയൊക്കെ ഫോറൻസിക് പരിശോധനയൊക്കെ നടത്തി ബോഡിയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ആവശ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൊക്കെ ഈ നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബറിൽ ബോഡീസ് കീപ്പ് ചെയ്യും. പിന്നെ അറ്റ് ദിസ് ടെമ്പറേച്ചർ ദ ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഫ്രോസൺ. ഫ്രോസൺ എന്ന് പറഞ്ഞാൽ എന്താ, മരവിക്കുക. അപ്പൊ ഈ ടെമ്പറേച്ചറിൽ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസ് ആവും, മരവിക്കും. ആൻഡ് ഡീകേ ഈസ് ടോട്ടലി സ്റ്റോപ്ഡ്, മൊത്തം എന്താ പറയാ ഡീകേ ആവുന്നത് മൊത്തം സ്റ്റോപ്പ് ആവും. അതായത് ഡീകേ ആവില്ല. അത്രയും നെഗറ്റീവ് ടെമ്പറേച്ചറിലാണ് ഫ്രീസ് ചെയ്തിട്ടാണ് ബോഡി സൂക്ഷിക്കുന്നത്. അപ്പോ കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസ് ചെയ്തേക്കുന്നതുകൊണ്ട് മരവിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എത്ര നാളിരുന്നാലും ബോഡിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഡീകേ ആവുന്നത് കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ്, കംപ്ലീറ്റ് ആയിട്ടും എന്താ നമ്മൾ പൂർണ്ണമായിട്ടും ഡീകേ ആവാതെ കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഇത്രയും ഞാൻ ഒന്നുകൂടി റിവൈസ് ചെയ്തോന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ, നിങ്ങക്ക് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്തത് 6ാമത്തെ പോസ്റ്റ്മോർട്ടം റൂമാണ്. അത് നിങ്ങൾക്ക് അറിയാം എന്തിനു വേണ്ടിയിട്ടാ, ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഓട്ടോപ്സി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു റൂമാണ്, അതിനുള്ള ഫെസിലിറ്റി ഉള്ള റൂമാണ് പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറയുന്നത്. ഇതൊക്കെ ഫങ്ഷണൽ ഏരിയാസ് ആട്ടോ. ഫങ്ഷണൽ ഏരിയാസ് നോക്കുക. ഫങ്ഷണൽ ഈ മോർച്ചറിയുടെ ഫങ്ഷണൽ ഏരിയാസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ, റിസപ്ഷൻ, ട്രോളി ബേ,
വെയിറ്റിംഗ് ഏരിയ, സ്റ്റോറേജ് ചേംബർ. ഇനി അടുത്ത 6ാമത്തെയാണ് പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറയുന്നത്. ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം പോസ്റ്റ്മോർട്ടം ഒക്കെ ആവശ്യമുള്ള ബോഡീസ് ഒക്കെ കീപ്പ് ചെയ്യുന്നത് അവിടെയാണ്, പോസ്റ്റ്മോർട്ടം റൂമിലാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മള് പ്രത്യേകിച്ച് മർഡറും അതുപോലെ തന്നെ നമ്മള് സൂയിസൈഡ് ഒക്കെ ആണെങ്കിലും എങ്ങനെയാണ് മരിച്ചത്, അല്ലെങ്കിൽ നമ്മള് ഇതിന്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ ആണെങ്കിലും നമ്മള് പോലീസുകാര് ഒക്കെ ഫോറൻസിക് ആളുകള് ഇവരൊക്കെ എന്താ പറയാ അവർക്കൊക്കെ കേസിന്റെ ഒരു തുമ്പ് കിട്ടാനും ഇതിനൊക്കെ ആയിട്ട് നമ്മൾ പോസ്റ്റ്മോർട്ടം നിർബന്ധമാണ്. സാധാരണ നോർമൽ ഡെത്തില് അങ്ങനെ ഇല്ലെങ്കിലും ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോണ വഴിക്കാണെങ്കിലും ഡെത്ത് സംഭവിക്കണമെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. എങ്ങനെയാണ് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവരുത്. അപ്പൊ പോസ്റ്റ്മോർട്ടത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് മരിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെ കാരണമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളൊരു ഫെസിലിറ്റി ഉള്ള റൂമാണ് പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറയുന്നത്. ഓക്കെ, ദ പോസ്റ്റ്മോർട്ടം റൂം ഈസ് ട്രീറ്റഡ് ടു ബി ലൈക്ക് ആൻ ഓപ്പറേഷൻ തിയേറ്റർ ഇൻ ഓൾ ടെക്നിക്കലി. ശരിക്കും ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഫുള്ള് കീറി എക്സാമിൻ ചെയ്യാണ് അല്ലെ, ഓരോ ഓർഗൻസും ഒക്കെ എക്സാമിൻ ചെയ്യാണ്. അപ്പൊ അതിന് നമുക്ക് അറിയാം ശ്വാസം മുട്ടി മരിച്ചതാണോ, വെള്ളത്തിൽ വീണ് മരിച്ചതാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡെത്ത് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. അപ്പൊ നമ്മുടെ ബോഡി കീറി പരിശോധിക്കുന്നതിനാണ് ശരിക്കും എന്താ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തുപോലെ തന്നെയാണ് പറയുന്നത്, ലൈക്ക് ആൻ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്റർ പോലെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറയുന്നത്. അത് ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മുടെ ബോഡി ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ളത് അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താ ജീവനുള്ള ആളുടെ ശരീരം കീറി പരിശോധന നടത്തുന്നു. ഇവിടെ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച ഡെഡ് ബോഡി, ജീവനില്ലാത്ത ശരീരം കീറി മുറിക്കുന്നു. രണ്ടും സെയിം തന്നെയാണ്, ആ പ്രൊസീജിയർ സെയിം തന്നെയാണ് പറഞ്ഞത് ടെക്നിക്കലി. കണ്ടോ, പോസ്റ്റ്മോർട്ടം റൂം ഈസ് ട്രീറ്റഡ് to be like an operation theater in all technically. എല്ലാ സാങ്കേതിക വിദ്യയിലും ഈ പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലെ തന്നെയാണ്. The major difference between the mortuary and the operation theater is that in OT utmost എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം, അറ്റ്മോസ്റ്റ് അല്ലെങ്കിൽ കൂടുതൽ എന്നുള്ള മീനിങ് ആണ് അറ്റ്മോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മോർച്ചറിയും ഈ ഓപ്പറേഷൻ തിയേറ്ററും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞേക്കുന്നത്, ഇൻ ഓപ്പറേഷൻ തിയേറ്റർ അറ്റ്മോസ്റ്റ് അല്ലെങ്കിൽ അങ്ങേയറ്റം കെയർ, കൂടുതൽ ശ്രദ്ധ വേണം, ഈസ് റിക്വയർഡ് ടു അവോയ്ഡ് ഔട്ട്സൈഡ് ഇൻഫെക്ഷൻ ദാറ്റ് എൻഡേഴ്സ് ഇൻസൈഡ്. അപ്പൊ ഈ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ നല്ല സേഫ് ആയിരിക്കണം, നല്ല കെയർ കൊടുക്കണം. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയൊക്കെ കീറി പരിശോധിക്കുകയാണ്. അപ്പൊ അതിലേക്ക് ഒരു ഇൻഫെക്ഷന്റെ ഒരു കണിക പോലും വരാൻ പാടില്ല. അപ്പൊ പുറത്തു നിന്നുള്ള ഇൻഫെക്ഷൻ അകത്തേക്ക് കടക്കാതെ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ് ഓപ്പറേഷനിൽ. ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ഒരു ഡിഫറൻസാ പറയുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ പുറമേ നിന്നുള്ള ഇൻഫെക്ഷൻ അകത്തേക്ക് കടക്കാതെ അങ്ങേയറ്റം ശ്രദ്ധ വേണം. എന്നാൽ ഈ മോർച്ചറിയിൽ എന്താന്ന് നോക്കിയേ, പോസ്റ്റ്മോർട്ടം റൂമിൽ തന്നെ is needed to make sure that inside infection does not spread outside. അപ്പൊ അവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്, ആ മരിച്ചു കഴിയുമ്പോൾ നമുക്കുള്ള ബോഡിയിൽ നിന്നൊക്കെ ആണെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ അത് പുറത്തേക്ക് വ്യാപിക്കാതെ, പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാതെ എന്ത് ചെയ്യണം, അത് നമ്മൾ ഉറപ്പുവരുത്തണം. വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ പുറത്തേക്ക് വരാത്ത രീതിയിലുള്ള കെയർ നമ്മൾ കൊടുക്കണം. അതാണ് ആ ഡിഫറൻസ് പറയുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ പുറത്തു നിന്നുള്ള ഇൻഫെക്ഷൻ ഒക്കെ അകത്തേക്ക് കടക്കാതെ ശ്രദ്ധിക്കണം. എന്നാല് മോർച്ചറിയിൽ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റൂമില് മോർച്ചറിയിലൊക്കെ എങ്ങനെയാണ്, ഡെഡ് ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ അകത്തു നിന്നുള്ള ഇൻഫെക്ഷൻ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാതെ കെയർ കൊടുക്കണം. ഇതാണ് ഒരു ഡിഫറൻസ്. രണ്ടും സെയിം ആണെന്നാ പറയുന്നത്. രണ്ട് ഓപ്പറേഷൻ തന്നെ ചെയ്യുന്നത്, രണ്ടും ശരീരം കീറി മുറിക്കുക ചെയ്യുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താ ചെയ്യുന്നത്, അപ്പൊ നമ്മൾ ജീവനുള്ള ശരീരമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് അവർക്ക് ആ വ്യക്തിയിലേക്ക് ഇൻഫെക്ഷൻ വരാതെ, ഔട്ട്സൈഡിൽ നിന്നുള്ള ഇൻഫെക്ഷൻ അകത്തേക്ക് പ്രവേശിക്കാതെ നമ്മൾ കെയർ കൊടുക്കണം. എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോർച്ചറിയിൽ എന്താണ് ചെയ്യേണ്ടത്, അവിടെ അകത്തു നിന്നുള്ള ഇൻഫെക്ഷൻ പുറത്തേക്ക് സ്പ്രെഡ് ആവാതെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഓക്കെ, പോസ്റ്റ്മോർട്ടം റൂം. ഇനി അടുത്തത് നെക്സ്റ്റ് 7ാമത്തെ പറയുന്നത് ഓഫീസ് റൂം
ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസ്സിംഗ്. അപ്പൊ ഈ റെക്കോർഡുകൾ ഉണ്ടല്ലോ, ഈ ഇപ്പൊ നമ്മള് ബോഡി ആയിട്ട് റിലേറ്റ് ചെയ്തത് റെക്കോർഡുകൾ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള അതിന്റെ റിസൾട്ട് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസ് റൂം വേണം. റെക്കോർഡുകള് അതുപോലെ അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ ഒരു ഓഫീസ് റൂം വേണം. ഓഫീസ് റൂം ഫോർ record keeping and processing. Next, ഡോക്ടേഴ്സ് റൂം. ഡോക്ടർ വേണ്ടേ? ഡോക്ടർ അത് ചെയ്യാൻ വേണ്ട സർജനൊക്കെ വേണം, നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടേഴ്സിന് അതിന്റെ അസിസ്റ്റന്റുകൾക്ക് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ് റൂം വേണം. ഡോക്ടറിന്റെ പ്രത്യേകം പറഞ്ഞേക്കുന്നതാണ് കേട്ടോ ഡോക്ടേഴ്സ് റൂം എന്ന് പറയും. ഡോക്ടേഴ്സിന് അസിസ്റ്റന്റ് ഡോക്ടറിനൊക്കെ ഇരിക്കാനുള്ള റൂം ഫെസിലിറ്റി വേണം, അവർക്ക് ഇരിക്കാനുള്ള റൂം വേണം. പിന്നെ സ്റ്റോർ റൂം വേണം. നെക്സ്റ്റ് സ്റ്റോർ റൂം, അത് നമ്മളിപ്പോ ഈ ബോഡി ഒക്കെ ചീത്തയാവാതെയൊക്കെ ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ട് സ്മെല്ലൊന്നും വരാതിരിക്കാനും അഴുകാതെയൊക്കെ ഇരിക്കാൻ സ്പിരിറ്റ് ഒക്കെ വെച്ച് തുടയ്ക്കുകയൊക്കെ ചെയ്യില്ല. പിന്നെ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകള്, അപ്പൊ സിസറുകള് കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും സ്പിരിറ്റ് അങ്ങനെയുള്ള പഞ്ഞി അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു സ്റ്റോർ റൂം വേണം. സ്റ്റോർ റൂം അവിടെ എക്യുപ്മെന്റ്സുകൾ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള എക്യുപ്മെന്റ്സുകളും പിന്നെ അതുപോലെ തന്നെ സ്പിരിറ്റ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റോർ റൂം വേണം. പിന്നെ അടുത്തതാണ് റൂം ഫോർ ടെക്നീഷ്യൻ ആൻഡ് അസിസ്റ്റൻസ്. ടെക്നീഷ്യന്മാർക്കും അസിസ്റ്റൻസിനും ഒക്കെ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡോക്ടറിന്റെ റൂം കൂടാതെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അസിസ്റ്റന്റുമാർക്കും ടെക്നീഷ്യന്മാർക്കും ഒക്കെ ഇരിക്കാൻ വേണ്ടി, ഫോറൻസിക് ടെക്നീഷ്യൻസ് അവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള റൂം വേണം. റൂം ഫോർ ടെക്നീഷ്യൻ ആൻഡ് അസിസ്റ്റൻസ്. പിന്നെ അടുത്തതാണ് ചേഞ്ചിങ് റൂം. 11ാമത്തെ പോയിന്റ് ആണ് ചേഞ്ചിങ് റൂം. അപ്പൊ ഈ അവിടെ എന്താ പറയാ ഇത് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവർക്കിടെയൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണ്ടേ? ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ചേഞ്ചിങ് റൂം വേണം. നമ്മൾ നോർമൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അവർക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനും അവർക്ക് സാധനങ്ങളൊക്കെ വെക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള എന്താ ചേഞ്ചിങ് റൂം വേണം. പിന്നെ അടുത്താണ് 12 ടോയ്ലറ്റ്. പോസ്റ്റ്മോർട്ടം അവിടെ തന്നെ ടോയ്ലറ്റും വേണം. വെച്ചാൽ അവർക്ക് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ വേറെ സ്ഥലത്തേക്കൊന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ വേറെ സ്ഥലത്തേക്കൊന്നും ഓടിപ്പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ എന്ത് ചെയ്യണം? ഒരു ടോയ്ലറ്റും വേണം. ഓക്കെ, അപ്പൊ ഇത്രയും ഫങ്ഷണൽ ഏരിയാസ് ആണ് നമ്മൾ മോർച്ചറിയുടെ കുറിച്ച് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റൂം പറഞ്ഞു. പിന്നെ അടുത്തത് ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസ്സിംഗ്. പിന്നെ അടുത്തത് ഡോക്ടേഴ്സ് റൂം. പിന്നെ അടുത്ത സാധനങ്ങൾ എക്യുപ്മെന്റ്സുകൾ സ്പിരിറ്റ് ഇങ്ങനെയുള്ളതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂം വേണം. പിന്നെ റൂം ഫോർ ടെക്നീഷ്യനും അസിസ്റ്റൻസിനും വേണ്ടിയുള്ള പ്രത്യേക റൂം വേണം. പിന്നെ ഡ്രസ്സുകൾ ഒക്കെ ചേഞ്ച് ചെയ്യാൻ ഉള്ള അവിടുത്തെ പേഴ്സണൽസ് ഉദ്യോഗസ്ഥർക്ക് അവിടെയുള്ള ആളുകൾക്കൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചേഞ്ചിങ് റൂം വേണം. പിന്നെ അടുത്ത ടോയ്ലറ്റ് വേണം. ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഓക്കെ, ഫങ്ഷണൽ ഏരിയയിൽ വരുന്നത് ഏത്, വരാത്തത് ഏത്, ഇൻക്ലൂഡ് ചെയ്തത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്ത ഏത് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഈ 12 ഫങ്ഷണൽ ഏരിയയും നിങ്ങൾ നോട്ട് ചെയ്യണം. ഏതൊക്കെയാണ് മോർച്ചറി സർവീസിന്റെ കീഴിൽ വരുന്ന ഫങ്ഷണൽ ഏരിയാസ് എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്പ് ഓഫ് മോർച്ചറീസ് ആണ്. പല ടൈപ്പ് മോർച്ചറി ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് വെയിറ്റിംഗ് മോർച്ചറി, രണ്ടാമത്തെ ഹോസ്പിറ്റൽ മോർച്ചറി, പിന്നെ തേർഡ് പ്രൈവറ്റ് മോർച്ചറി. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോർച്ചറീസ്. വെയിറ്റിംഗ് മോർച്ചറി ഫസ്റ്റ് ആണ്. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത് അപ്പൊ എന്താ പേര് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്. വെയിറ്റിംഗ് മോർച്ചറി ഈസ് മോർച്ചറി ബിൽഡിംഗ് പ്ലാൻഡ് സ്പെസിഫിക്കലി for the purpose affirming that deceased person are truly dead. Affirming എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക, ഉറപ്പുവരുത്തുക. Affirming ഉറപ്പുവരുത്തുക. ഓക്കെ, അഫർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറപ്പുവരുത്തുക. AFF
IRMING. അപ്പൊ വെയിറ്റിംഗ് മോർച്ചറി എന്തിനു വേണ്ടിയിട്ടുള്ളതാന്ന് നോക്കിയേ. ഈസ് എ മോർച്ചറി ബിൽഡിംഗ് planned specifically for the purpose affirming that deceased person വെച്ചാൽ മരിച്ച വ്യക്തി, ആ മരിച്ച വ്യക്തി, അതാണ് ഡിസീസ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ആ ട്രൂലി ഡെഡ്. അപ്പൊ മരിച്ചു എന്ന് പറഞ്ഞ ആള് ശരിക്കും മരണം സ്ഥിരീകരിക്കുന്നത് വരെ അവിടെ അത് മരണം സ്ഥിരീകരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ ബോഡി സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലമാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വെറുതെ മരിച്ചു എന്ന് പറയല്ല, അപ്പൊ മരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ ആ ബോഡി സൂക്ഷിക്കാനുള്ള സ്ഥലമാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ഈസ് എ മോർച്ചറി ബിൽഡിംഗ് പ്ലാൻഡ് സ്പെസിഫിക്കലി for the purpose affirming that deceased person are truly dead. മരിച്ച വ്യക്തി ശരിക്കും മരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നത് വരെയും നമ്മൾ കീപ്പ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. Before the emergence of modern method of verifying the death, people feared that they would be buried alive. നോക്കി ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ബിഫോർ ദ എമർജൻസ് ഓഫ് മോഡേൺ മെത്തേഡ് ഓഫ് വെരിഫൈങ് ഡെത്ത്. നമ്മൾ വെറുതെ മരിച്ചു എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇപ്പൊ വീട്ടിലാണെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ കൊണ്ടുവന്ന് മരണം സ്ഥിരീകരിക്കും, പൾസൊക്കെ നോക്കും അല്ലെ, എന്നിട്ട് ഡോക്ടർ പറയും മരിച്ചു എന്ന് ഉറപ്പുവരുത്തുക ചെയ്യുന്നത്, അങ്ങനെയല്ലേ? അപ്പൊ നമ്മളിങ്ങനെ മോഡേൺ മെത്തേഡില് ഈ ഡെത്ത് സ്ഥിരീകരിക്കുന്നതിന് മുന്നേ ആളുകൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ദാറ്റ് ദേ വുഡ് ബി ബെറീഡ്, അല്ലെ, ജീവനോട് കൂടി അല്ലെങ്കിൽ ശരിക്കും മരിക്കാതെ അവരെ ബെറി ചെയ്യാന്ന് വെച്ചാൽ കുഴിച്ചിടുക, അവരെ കുഴിച്ചിടും അല്ലെങ്കിൽ അവരെ സംസ്കരിക്കും എന്നുള്ളതും എന്താ ആളുകൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും മോഡേൺ മെത്തേഡില് നമ്മൾ മരണം ശരിക്കും സ്ഥിരീകരിക്കുന്നതിന് മുന്നേ എന്താ ആളുകൾക്ക് പേടിയായിരുന്നു അവരെ ജീവനോട് കൂടി അല്ലെങ്കിൽ ശരിക്കും മരിക്കാതെ ബെറി ചെയ്യും അല്ലെങ്കിൽ ജീവനോട് കൂടി അവരെ സംസ്കരിക്കും എന്ന് ഒരു പേടി ഉണ്ടായിരുന്നു. To lessen such fears. അപ്പൊ അങ്ങനെയുള്ള ആ പേടി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ലെസൺ, LESSEN, ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറയ്ക്കുക, റെഡ്യൂസ്, ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ആ പേടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് the lately deceased were housed for a time in waiting mortuary. അപ്പൊ എന്താ അങ്ങനെയുള്ള പേടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആ ഇപ്പൊ മരിച്ചു എന്ന് പറഞ്ഞ ആ ബോഡി എന്ത് ചെയ്യുന്നു? അവിടെ വെയിറ്റിംഗ് മോർച്ചറിയിൽ കിടത്തും. വെയിറ്റിംഗ് മോർച്ചറിയിൽ ആ ബോഡി കുറച്ച് ടൈം കീപ്പ് ചെയ്യും. where attendants would watch for sign of life. അവിടെ അറ്റൻഡന്റ്മാര് വാച്ച് ചെയ്യും, ആ ജീവന്റെ എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടോ അല്ലെങ്കിൽ എന്നുള്ളത് എന്ത് ചെയ്യുന്നു? ആ അറ്റൻഡന്റ്മാര് അവിടെ വാച്ച് ചെയ്യും. വാച്ച് ഫോർ സൈൻ ഓഫ് ലൈഫ്, എന്തെങ്കിലും ജീവന്റെ അടയാളങ്ങൾ ഉണ്ടോ എന്നുള്ളത് സൂക്ഷ്മമായിട്ട് അവര് നിരീക്ഷിക്കും. ദ കോപ്സ് എന്ന് പറയുന്നത് CORPS, ശവശരീരം, മൃതദേഹം, ഇതൊക്കെയാണ് ശവശരീരത്തിനാണ് കോപ്സ് എന്ന് പറയുന്നത്. CORPSES, corpses would be allowed to decompose partially prior to burial. അവിടെ അതൊന്ന് തിരുത്തിക്ക്, ബെറിയൽ എന്നാണ്, BURIAL, ബെറിയൽ, BURIAL. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഈ ശവശരീരങ്ങളൊക്കെ പാർഷ്യലി ഡീകമ്പോസ് ചെയ്യാൻ, ഈ ബെറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കരിക്കുക അല്ലെ. സംസ്കാരത്തിന് മുന്നേ പാർഷ്യലി അത് ഡീക്കേ ആവാൻ അനുവദിക്കുന്നു. അപ്പൊ ഒരുവിധം നമ്മൾ എന്താ പറയാ, മരിച്ചു എന്ന് ശരിക്കും ഉറപ്പുവരുത്തി പകുതിയൊക്കെ ചെറിയ സ്മെല്ലൊക്കെ വന്നൊക്കെ തുടങ്ങുന്ന ആ ഒരു ടൈം വരെ വേണമെങ്കിലൊക്കെ അവിടെ കീപ്പ് ചെയ്യാം. പക്ഷെ മരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വരെ ഈ ബോഡി കീപ്പ് ചെയ്യുന്ന പ്ലേസ് ആണ് ശരിക്കും വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ബോഡിയിൽ നിന്ന് ലൈഫിന്റെ അടയാളം കംപ്ലീറ്റ് ആയിട്ട് പോയി എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സ്ഥലമാണ് വെയിറ്റിംഗ് മോർച്ചറി. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്? മരിച്ചുപോയ വ്യക്തി മരിച്ചു എന്ന് സ്ഥിരീകരിക്കുക,
അതിനു വേണ്ടി സ്ഥിരീകരിക്കുന്നത് വരെ വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പോ ഈ നമ്മുടെ മോഡേൺ മെത്തേഡില് നമ്മൾ ഡെത്ത് വെരിഫൈ ചെയ്യുന്നതിന് മുന്നേ ആളുകള് പേടിച്ചിരുന്നു. എന്താ, അവരെ ജീവനോടുകൂടി അല്ലെങ്കിൽ ജീവനുള്ളപ്പോ അവരെ ബെറി ചെയ്യും അല്ലെങ്കിൽ അവരെ സംസ്കരിക്കും എന്നുള്ളത് അവർക്ക് പേടിയുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ ഫിയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആ ഡിസീസ്ഡ് പേഴ്സൺ, മരിച്ച വ്യക്തിനെ അല്ലെങ്കിൽ മരിച്ച ബോഡി എന്ത് ചെയ്യുന്നു, ഈ വെയിറ്റിംഗ് മോർച്ചറിയിൽ സൂക്ഷിച്ചു. ഓക്കെ, അവിടെ വെയിറ്റിംഗ് മോർച്ചറിയിൽ സൂക്ഷിക്കുക ചെയ്യുന്നത്. അപ്പൊ അവിടെ ആര്, ദ അറ്റൻഡൻസ് വുഡ് വാച്ച് ഫോർ സൈൻ ഓഫ് ലൈഫ്. അറ്റൻഡൻസ് അവിടെ നിരീക്ഷിക്കും, എന്തെങ്കിലും ജീവന്റെ അടയാളം ഉണ്ടോ, പൾസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ എന്താ എന്തെങ്കിലും ജീവന്റെ ഒരു അടയാളം ഉണ്ടോ എന്നുള്ളത് അവര് കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യും. എന്നിട്ട് അപ്പൊ ആ കോർപ്സ് അങ്ങനെ അപ്പത്തേക്ക് എന്താ ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഡീക്കേ ചെയ്യാൻ തുടങ്ങും അല്ലെ. അപ്പൊ നമ്മള് പാർഷ്യലി ഡീക്കേ ചെയ്യാൻ തുടങ്ങും ശരിക്കും. ഇതിനു മുന്നേ, സംസ്കരിക്കുന്നതിന് മുന്നേ ആ ബോഡി പാർഷ്യലി ഡീക്കേ ചെയ്യാൻ അനുവദിക്കും. ശവശരീരങ്ങള് സംസ്കാരത്തിന് മുന്നേ ഭാഗികമായിട്ട് അഴുകാൻ അനുവദിക്കും. ഓക്കെ, ഇതാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നോക്കി? വെയിറ്റിംഗ് മോർച്ചറി ക്ലിയർ ആയോ? എന്തെങ്കിലും പോയിന്റ് കിട്ടാത്തുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറി. അപ്പൊ ആ പേര് ഇത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്ന മോർച്ചറിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. എ ഹോസ്പിറ്റൽ മോർച്ചറി ഈസ് സിറ്റുവേറ്റഡ് വിത്തിൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറി. അതുപോലെ എ കെയർ സെന്റേഴ്സ്, കെയർ സെന്റർ അല്ലെങ്കിൽ ഹോസ്പിസ്, നമ്മൾ പഠിച്ചില്ലേ ഹോസ്പിസ് എന്ന് പറയുന്നത് ചികിത്സയുടെ ഒപ്പം തന്നെ എന്റർടൈൻമെന്റ് തരുന്ന സ്ഥാപനങ്ങളാണ് ഹോസ്പിസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആളുകള് എന്താ പറയാ മരിച്ചു എന്ന് മരിക്കും, കുറച്ച് ദിവസം കൂടി ആയുസുള്ള മരിക്കും എന്നുള്ള ആളുകളെ പിന്നെ അവർക്ക് ട്രീറ്റ്മെന്റിനല്ല കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അപ്പൊ ഇനി അവസാന നാളുകളിൽ അവർക്ക് നല്ല സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുക, അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് അങ്ങനെ മരിക്കുന്നത് വരെ നമുക്ക് അവിടെ അവരെ നിർത്താൻ പറ്റും. ഹോസ്പിസ് സെന്റേഴ്സ് അതുവരെയും അവരെ സംരക്ഷിക്കും. അങ്ങനെയുള്ളടത്ത് ഓറെ റിട്ടയർമെന്റ് ഹോംസ്, അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മരിക്കും എന്ന് ഉറപ്പ് വരുത്തുന്ന ആളുകളെ അവർക്ക് ചികിത്സിക്കുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് എന്റർടൈൻമെന്റ്, അവർക്ക് കെയർ, നല്ല സന്തോഷമൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഈ ഏതെന്ന് പറയുന്ന ഹോസ്പിറ്റൽ സെന്റേഴ്സും റിട്ടയർമെന്റ് ഹോംസ്, പാലിയേറ്റീവ് കെയർസ് എന്നൊക്കെ പറയുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതിന്റെയൊക്കെ ഉള്ളില് എന്തുണ്ടാവും, ഒരു മോർച്ചറി ഉണ്ടാവും. അപ്പൊ അവിടെ കിടന്ന് ഡെഡായി മരിച്ചു കഴിഞ്ഞ ആളുകളെ നമുക്ക് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അതിന്റെ കീഴിൽ തന്നെ മോർച്ചറികൾ ഉണ്ടാവും. It employs salaried personnel called mortuary disinfection service agent. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് അത് സാലറീഡ് പേഴ്സൺ ആണ്, ശമ്പളത്തോടു കൂടി ജോലി ചെയ്യുന്ന ആളുകൾ, സാലറീഡ് പേഴ്സണെയാണ് പറയുന്നത് മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ്. മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻ, അല്ലെങ്കിൽ പറയുന്ന പേരാണ് മോർട്ടീഷ്യൻ. MORTICIANS, മോർട്ടീഷ്യൻസ്. അപ്പൊ സാലറീഡ് പേഴ്സൺ, അപ്പൊ മോർച്ചറിയില് ഇങ്ങനെ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ വർക്ക് ചെയ്യുന്ന സാലറീഡ് പേഴ്സണെയാണ് ഈ മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻ എന്ന് വിളിക്കുന്നത്. Okay, hospital mortuaries are part of hospital service. ഇത് ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു ഭാഗം തന്നെയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. A hospital mortuary may be delegated as an autopsy site for forensic purpose. Delegated ചെയ്യുക എന്ന് വെച്ചാൽ ചുമതലപ്പെടുത്തുക. ഓക്കെ, ഡെലിഗേറ്റഡ് എന്ന് വെച്ചാൽ ചുമതലപ്പെടുത്തുക എന്നുള്ളത്.
അപ്പൊ നോക്കിയേ, എ ഹോസ്പിറ്റൽ മോർച്ചറി മേ ബി ഡെലിഗേറ്റഡ് ആസ് ആൻ ഓട്ടോപ്സി സൈറ്റ്. അത് എന്തിനു വേണ്ടിയിട്ട് ഉള്ളത്? ഇതാണ് ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസ്. ഫോറൻസിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോപ്സി സൈറ്റ് ആയിട്ട് ചുമതല ഉള്ള അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. എ ഹോസ്പിറ്റൽ മോർച്ചറി മേ ബി ഡെലിഗേറ്റഡ് ആസ് ആൻ ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസ്. ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോപ്സി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് എ ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, ഹോസ്പിറ്റൽ മോർച്ചറി ആണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിന്റെയോ അല്ലെങ്കിൽ കെയർ സെന്റേഴ്സിന്റെയോ ഹോസ്പിസ് അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോംസ് അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർസ് അതിന്റെയൊക്കെ ഉള്ളിൽ തന്നെ വരുന്ന ഇതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നവര് എംപ്ലോയിഡ് ആണ് മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻ എന്ന് പറയുന്നത്. അവിടുത്തെ ജോലിക്കാര്, അവിടെ വർക്ക് ചെയ്യുന്ന സാലറീഡ് പേഴ്സണെയാണ് മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻ എന്ന് പറയുന്നത്. ഇത് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു ഭാഗമാണ്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസ്. ഫോറൻസിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോപ്സി സൈറ്റ് ആണ്. പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിട്ടുള്ളതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഇൻ റൂറൽ ഏരിയാസ്, റൂറൽ എന്ന് പറഞ്ഞാൽ എന്താ? റൂറൽ ഏരിയ, റൂറൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അല്ലെ, where there are in rural areas where there are no burial facility nearby. റൂറൽ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ടടുത്തൊക്കെ ഒരു ബെറി ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. ബെറിയൽ ഫെസിലിറ്റീസ്, സംസ്കാരം നടത്താനുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടാവില്ല. എ ഹോസ്പിറ്റൽ മോർച്ചറി മേ ബി റിസീവ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ബോഡീസ് നമുക്ക് എങ്ങനെ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റാൻ പറ്റും? Mortuary may be receive the body for an individual who died outside its own vicinity. Vicinity എന്ന് പറഞ്ഞാൽ സമീപത്ത്, നിയർ ബൈ, ഇതിന്റെ സമീപത്തായിട്ട്, ഫോർ ഫീസ്. അപ്പൊ എന്താ? ഹോസ്പിറ്റൽ മോർച്ചറി അതിന്റെ പരിസരത്ത് അല്ലെങ്കിൽ അതിന്റെ പുറത്ത്, ഹോസ്പിറ്റലിന്റെ പുറത്ത് മരിച്ച വ്യക്തിയുടെ മൃതദേഹമൊക്കെ ഒരു ഫീസ് ഒരു ചെറിയൊരു ഫീസ് എടുത്തിട്ട് ഫീസോട് കൂടി അവിടെ ബോഡിയൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും ആണ് ഇത് പറഞ്ഞേക്കുന്നത്. വേറെ ചെറിയൊരു പോയിന്റ് പോലെ തന്നേക്കുന്നതാണ് കേട്ടോ. ഇൻ റൂറൽ ഏരിയാസ് വേർ ദെയർ ആർ നോ ബെറിയൽ ഫെസിലിറ്റി നിയർ ബൈ. അപ്പൊ റൂറൽ പ്രദേശങ്ങളിലൊക്കെ തൊട്ടടുത്ത് ബെറിയൽ ഫെസിലിറ്റീസ് ഒക്കെ ഇല്ലെങ്കിൽ നമുക്ക് ബോഡി അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെയാണെങ്കിലും വെക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ആണെങ്കിലും നമുക്ക് ബോഡി ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റാം. അപ്പൊ അവരെങ്ങനെയാ? അപ്പൊ ഹോസ്പിറ്റലിന് പുറത്ത് മരിച്ചതാണെങ്കിലും അവർക്ക് അങ്ങനെയുള്ള ആളുകളുടെ ബോഡീസ് ഒരു ചെറിയൊരു ഫീസ് മേടിച്ചിട്ട് ഫീസോട് കൂടി അവരവിടെ ബോഡീസ് റിസീവ് ചെയ്യും. ഓക്കെ, അതിനുശേഷം അവിടെ നിന്ന് ബെറിയൽ ഫെസിലിറ്റിയിലേക്ക്, ഫ്യൂണറൽ ഹോംസിലേക്കൊക്കെ ബോഡി മാറ്റും. ഓക്കെ, അതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ മോർച്ചറി. ഇനി നെക്സ്റ്റ് ഹോസ്പിറ്റലിൽ സംസ്കരിക്കുമെന്നല്ല പറഞ്ഞേക്കുന്നത്. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബെറിയൽ ഫെസിലിറ്റീസ് ഒക്കെ അടുത്തില്ലാത്ത ഇതില്ലേ, അടുത്ത് നമുക്ക് സംസ്കരിക്കാനുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ അവര് ഓക്കെ ഞാൻ പറയാം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ റൂറൽ പ്രദേശങ്ങളിൽ തൊട്ടടുത്ത് സംസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ല, അല്ലെങ്കിൽ ബോഡിയൊക്കെ നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന് പുറത്ത്, ഹോസ്പിറ്റലിലുള്ളതാണെങ്കിൽ നമുക്ക് അവിടെ കീപ്പ് ചെയ്യാലോ. അപ്പൊ ഹോസ്പിറ്റലിന് പുറത്തും ഒക്കെ മരിക്കുകയാണെങ്കിലും അവര് ചെറിയൊരു ഫീസോട് കൂടി ഫീസ് മേടിച്ചിട്ട് ആ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് ബോഡി കീപ്പ് ചെയ്യാം എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. ഇനി അവിടെ നിന്ന് വേണമെങ്കിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വേണമെങ്കിൽ ബെറിയൽ ഫെസിലിറ്റീസും വേണമെങ്കിൽ അതിന്റെ കീഴിലുണ്ടാവും. അത് അതിനകത്ത് അങ്ങനെ പറയുന്നില്ല കേട്ടോ. ഹോസ്പിറ്റൽ മോർച്ചറി മേ റിസീവ് ദ ബോഡി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഹു ഡൈഡ് ഔട്ട്സൈഡ് ഇറ്റ്സ് ഓൺ വിസിനിറ്റി
ഫോർ ഫീസ്. ഒരു ചെറിയ ഫീസോട് കൂടി ആ ബോഡീസ് അവിടെ റിസീവ് ചെയ്യുന്നുള്ളത്. ഇനി അടുത്തത് പറഞ്ഞാണ് പ്രൈവറ്റ് മോർച്ചറീസ്. പ്രൈവറ്റ് മോർച്ചറി. പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രൈവറ്റ് സ്ട്രക്ചർ ആയിരിക്കും, ഒരു പ്രൈവറ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മള് എന്താ പറയാന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് പേര് മരിച്ചു, അല്ലെങ്കിൽ മോർച്ചറിയിലൊക്കെ കുറെ ബോഡീസ് കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ബോഡി പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ശരിക്കും എന്താ, ഗവൺമെന്റ് ഹോസ്പിറ്റലില് മോർച്ചറിയിലേക്ക് സ്ഥലം തികയാതെ വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ബോഡി വേഗം നമുക്ക് പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് കീപ്പ് ചെയ്യാം. ഒരു പ്രൈവറ്റ് സ്ട്രക്ചർ ആയിരിക്കും. എ പ്രൈവറ്റ് മോർച്ചറി ഈസ് എ പ്രൈവറ്റ് സ്ട്രക്ചർ ടു റിസീവ് റിമെയിൻസ് വെയിറ്റിംഗ് ഫോർ ബെറിയൽ ഓർ ക്രിമേഷൻ. ബെറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ബെറിയൽ സംസ്കരിക്കുക, കുഴിച്ചു മൂടുക, ബെറി ചെയ്യുക എന്നുള്ള മീനിങ് ആണ് ബെറിയൽ. കുഴിച്ചു മൂടുക, കുഴിച്ചു മൂടുക, ബെറിയൽ. ക്രിമേഷൻ എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുക എന്നുള്ളത്, സംസ്കരിക്കുക, കത്തിച്ചു കളയൂലേ ബോഡി, അത്. ക്രിമേഷൻ സംസ്കരിക്കുക, ദഹിപ്പിക്കുക. Burial or cremation. A private mortuary is a private structure to receive remains waiting for burial or cremation. സംസ്കാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബറിയൽ ചെയ്യാനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡീസ് ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൈവറ്റ് മോർച്ചറിയിൽ കീപ്പ് ചെയ്യാം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് വീടുകളിലൊക്കെ മരിച്ചിട്ട് ഇപ്പൊ അന്ന് തന്നെ നമുക്കിപ്പോ അന്ന് തന്നെ സംസ്കരിക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം ആണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ഫ്രീസർ കൊണ്ടുവന്ന് വെക്കുന്നുണ്ടല്ലോ, വീട്ടിൽ നമുക്ക് കീപ്പ് ചെയ്യാം. എന്നാ ഇപ്പൊ ഒരാഴ്ച അവര് റിലേറ്റീവ്സ് ഒക്കെ ഗൾഫിലോ ഒക്കെ ആണെങ്കിൽ ഒരാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്യണമെങ്കിൽ ഒരാഴ്ച നമുക്ക് ആ ബോഡി വീട്ടിൽ തന്നെ വെക്കാൻ പറ്റുമോ? ഒരാഴ്ച നമുക്ക് ആ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കും നമുക്ക് ഈ പ്രൈവറ്റ് മോർച്ചറിയിൽ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പൊ നമുക്ക് അവിടെ അതുവരെയും അവർ വരുന്നവരേക്കും ബോഡി അവിടെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ബെറിയൽ ഓർ ക്രിമേഷൻ. ബെറിയൽ ചെയ്യാനോ അല്ലെങ്കിൽ സംസ്കാരത്തിനോ ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡീസ് റിസീവ് ചെയ്യുക, അത് പ്രൈവറ്റ് മോർച്ചറിക്ക് സ്വീകരിക്കാം. അങ്ങനെയുള്ള ബോഡി ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സം കേസ് ഓഫ് ഡെത്ത് അറ്റ് ഹോം. അല്ല, ഇത് സാധാരണയായിട്ട് എങ്ങനെയാ ഉപയോഗിക്കുന്നത്? ഈ പ്രൈവറ്റ് മോർച്ചറി ഉപയോഗിക്കുന്ന ചില വീടുകളിൽ തന്നെ നമ്മൾ ചില സാഹചര്യങ്ങളിൽ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് സൂക്ഷിക്കാം. ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ വെക്കാലോ, അങ്ങനെ വെക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കിടന്നാൽ മരിച്ചെങ്കിൽ അവർക്കുടെ റിലേറ്റീവ്സ് ഇപ്പൊ ഒരാഴ്ചയാണ് വരും, ഒരാഴ്ച വേണം വരാനെങ്കിൽ നമുക്ക് ആ ബോഡി അവരുടെ ഹോസ്പിറ്റലിൽ തന്നെ, ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള മോർച്ചറി അവിടെ തന്നെ കീപ്പ് ചെയ്യാം. ഇനി വീട്ടിലാണ് മരിക്കുന്നതെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രൈവറ്റ് മോർച്ചറിയിൽ നമുക്ക് അതുവരേക്കും ആ സംസ്കരിക്കുന്ന വരേക്കും ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യാന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സം കേസസ് ഓഫ് ഡെത്ത് അറ്റ് ഹോം. ഇനി unlike a hospital mortuary, a private mortuary may not receive the body of individual who died of certain infectious disease. അപ്പൊ നമ്മള് എന്താ പറയാ, ഈ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വ്യക്തികളിലായിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ ചില ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ട് ഈ പ്രൈവറ്റ് മോർച്ചറിക്ക്. അപ്പൊ അവിടെ എന്താ, അൺലൈക്ക് എ ഹോസ്പിറ്റൽ മോർച്ചറി, ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നിന്ന് വ്യത്യസ്തമായി പ്രൈവറ്റ് മോർച്ചറി മേ നോട്ട് റിസീവ്, ബോഡി റിസീവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞേക്കുന്നത്. മേ നോട്ട് റിസീവ് ദ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഹു ഡൈഡ് ഓഫ് സർട്ടൻ ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഇൻഫെക്ഷ്യസ് ഡിസീസുമായിട്ടൊക്കെ മരിച്ച ഇപ്പൊ ഈ ആളുകളുടെ ബോഡിയൊക്കെ അത്രയും റിസ്ക് എടുത്തിട്ട് അവരവിടെ കീപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അവർക്ക് പറഞ്ഞേക്കുന്നത്. അതിന് ചില ഈ പ്രൈവറ്റ് മോർച്ചറിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഹോസ്പിറ്റൽ മോർച്ചറിയിലെ പോലെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രൈവറ്റ് മോർച്ചറി എന്താ, ഇങ്ങനെ ഇൻഫെക്ഷ്യസ് ഡിസീസസും ആയിട്ട് മരിച്ച വ്യക്തികളുടെ ബോഡി ഒന്നും അങ്ങനെ റിസീവ് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഒരു വ്യക്തികളിലൊക്കെ ഒതുങ്ങി നിൽക്കുന്നതാണ്. അതുകൊണ്ട് അവരധികം റിസ്ക് എടുക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും തയ്യാറാവുന്നില്ല. അത് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ മോർച്ചറിന്ന് വ്യത്യസ്തമായിട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉള്ള ബോഡീസ് ഒക്കെ ഈ പ്രൈവറ്റ് മോർച്ചറിയിൽ അങ്ങനെ റിസീവ് ചെയ്യുന്നില്ല. ഓൾ പ്രൈവറ്റ് മോർച്ചറീസ് ആർ ഇൻ റൺ ബൈ ഫ്യൂണറൽ ഹോംസ്. എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും
ഫ്യൂണറൽ ഹോംസുകളായിട്ടാണ് നടത്തുന്നത്. ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂണറൽ ഹോംസ് ദഹിപ്പിക്കുന്ന സ്ഥലം ആണ് ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. ദഹിപ്പിക്കുന്ന ബോഡി, ഡെഡ് ബോഡി ദഹിപ്പിക്കുന്ന സ്ഥലമില്ലേ, അതാണ് ഫ്യൂണറൽ ഹോംസ് അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്നൊക്കെ പറയുന്നത്. ദഹിപ്പിക്കുന്ന സ്ഥലം, ദഹിപ്പിക്കുന്ന സ്ഥലം ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, അപ്പൊ ഈ ഫ്യൂണറൽ ഹോംസിന്റെ ഒരു ഭാഗമാണ് ഈ പ്രൈവറ്റ് മോർച്ചറി. അല്ലെങ്കിൽ നമുക്ക് ഈ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത് ഫ്യൂണറൽ ഹോംസിന്റെ സർവീസ് ചെയ്യും എന്ന് ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓൾ പ്രൈവറ്റ് മോർച്ചറീസ് ആർ റൺ ബൈ ഫ്യൂണറൽ ഹോംസ്. എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും ഫ്യൂണറൽ ഹോംസുകളായിട്ടാണ് നടത്തുന്നത്. ഒരു ഫ്യൂണറൽ ഹോംസിന്റെ സർവീസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ശരിക്കും പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. അതിന്റെ കീഴില് ഫ്യൂണറൽ ഹോംസും ഉണ്ടാവും, അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക്. ഈ പ്രൈവറ്റ് മോർച്ചറിയുടെ കീഴില് അവർക്കിടെ തന്നെ എന്താണ് ഫ്യൂണറൽ ഹോംസ് ഉണ്ടാവും. നമ്മളിപ്പോ ഇപ്പൊ വീട്ടിലാണെങ്കിലും മരിച്ച ഡെഡ് ബോഡി കീപ്പ് ചെയ്യുമ്പോഴൊക്കെ 2-3 ദിവസം ഓരോ ദിവസം വെക്കണതിന്റെ അനുസരിച്ച് പൈസ ഉണ്ടാവും. അപ്പൊ അവർക്കൊരു ഇതല്ലേ, ബെനിഫിറ്റ് അല്ലേ അത് ഫ്യൂണറൽ ഹോംസ്. പിന്നെ അവർക്കിടെ ഈ നമുക്ക് എന്താ പറയാ പ്രൈവറ്റ് മോർച്ചറിയില് അതിനുശേഷം അവരുടെ കീഴിൽ തന്നെ ഫ്യൂണറൽ ഹോംസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നേരെ വേറെ സ്ഥലത്തേക്ക് പോകണ്ട, അതും അവർക്ക് കിട്ടുന്ന ആ ഒരു ഫീസും അവർക്ക് തന്നെ കിട്ടും. ഓക്കെ, ഇതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫ്യൂണറൽ ഹോംസിന്റെ സർവീസ് ചെയ്യുന്ന ഒരു പാർട്ട് ആണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ്, പ്രൈവറ്റ് മോർച്ചറീസ് ആർ പാർട്ട് ഓഫ് ആൻ എക്സ്റ്റേണൽ സർവീസ് ഓഫ് ഫ്യൂണറൽ ഹോംസ്. ഉദ്ദേശിക്കുന്നത് ഫ്യൂണറൽ സർവീസിന്റെ നമുക്ക് ഫ്യൂണറൽ ഹോംസ് ദഹിപ്പിക്കുന്ന സ്ഥലം, അതാണ് ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. ഫ്യൂണറൽ ഹോംസിന്റെ ഒരു ഭാഗ്യ സർവീസിന്റെ ഭാഗമായിട്ട് പ്രൈവറ്റ് മോർച്ചറീസിനെ നമുക്ക് കണക്കാക്കാം. ഇതിന്റെ ഒരു സർവീസിന്റെ ഭാഗമാണെന്ന് കണക്കാക്കാം. അതായത് പ്രൈവറ്റ് മോർച്ചറിയിൽ കീപ്പ് ചെയ്യുന്ന ബോഡി അവരുടെ കീഴിൽ തന്നെയുള്ള ഫ്യൂണറൽ ഹോംസിലുണ്ടെങ്കിൽ അവിടെ ദഹിപ്പിക്കാം. അപ്പൊ ആ രണ്ടും കാശും അവർക്ക് തന്നെ കിട്ടും. അതെ. നെക്സ്റ്റ്, they come under the category either of funeral homes or funeral parlor. അത് ഏത് കാറ്റഗറിയിൽ വരുന്ന? അതിന്റെ ഫ്യൂണറൽ ഹോംസിന്റെ അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ അതിന്റെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത് ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ വരുന്നതാണ്. കംസ് അണ്ടർ ദ കാറ്റഗറി ഐദർ ഓർ ഫ്യൂണറൽ ഹോം ഓർ ഫ്യൂണറൽ പാർലർ. പ്രൈവറ്റ് മോർച്ചറി ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ വരുന്നതാണ്. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? നമ്മുടെ പ്രൈവറ്റ് മോർച്ചറി ഈസ് എ പ്രൈവറ്റ് സ്ട്രക്ചർ. ഒരു പ്രൈവറ്റ് ആണ്, ഒരു വ്യക്തിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ് അത്. ടു റിസീവ് റിമെയിൻസ് വെയിറ്റിംഗ് ഫോർ ബെറിയൽ ഓർ ക്രിമേഷൻ. അവിടെ എന്താ ചെയ്യുന്നേ? നമ്മള് ഈ സംസ്കാര ചടങ്ങ്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വീടുകളിൽ മരിച്ചു, ഒരു വ്യക്തി മരിച്ചു, അവരുടെ റിലേറ്റീവ്സ് വരാൻ ഒരാഴ്ചയാവും. അപ്പൊ അതുവരെ സംസ്കരിക്കുന്നത് വരെയും ആ ബോഡി നമ്മൾ കീപ്പ് ചെയ്യണ്ടേ? നമുക്ക് ഒരാഴ്ച നമ്മുടെ വീട്ടിൽ വെക്കാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ സിറ്റുവേഷനിൽ നമുക്ക് ബോഡി വേഗം പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ആ ക്രിമേഷനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡി റിസീവ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് സ്ട്രക്ചർ ആണ് ഈ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഒരു വ്യക്തികളിൽ ഒക്കെ കേന്ദ്രീകൃതമായിരിക്കും അത്. ക്രിമേഷന് വേണ്ടിയിട്ട്, സംസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡീസ് ഒക്കെ റിസീവ് ചെയ്യുന്നത് പ്രൈവറ്റ് മോർച്ചറിയിലാണ്. അപ്പൊ പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതാ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിലാണ് ആ വ്യക്തി മരിച്ചെങ്കിലും ഒരാഴ്ച വേണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ വെക്കാം. ഇനി വീടുകളാണെങ്കിൽ നമ്മൾ ബോഡി ഷിഫ്റ്റ് ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ആ സമയത്ത് നമുക്ക് പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് മാറ്റാം. അപ്പൊ ബോഡി നമുക്ക് അവിടെ എന്താ പറയാ സൂക്ഷിക്കുകയും ചെയ്യും. പ്രൈവറ്റ് മോർച്ചറി അവർക്കിടെ കീഴിൽ ഫ്യൂണറൽ ഹോംസ് ഉള്ളത് കൊണ്ട് നമ്മൾ ആവശ്യപ്പെടുകയാണ് ദഹിപ്പിക്കണമെന്നും കൂടിയും പറയുകയാണെങ്കിൽ അതും കൂടി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി. ബോഡി സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ആവശ്യമാണെങ്കിൽ അത് സംസ്കരിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, ഏതാ ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? പ്രൈവറ്റ് മോർച്ചറീസ് ഇത് തന്നെ. പ്രൈവറ്റ് മോർച്ചറീസ് ആർ ദ പാർട്ട് ഓഫ് എക്സ്റ്റേണൽ സർവീസ് ഓഫ് ഫ്യൂണറൽ ഹോംസ്. ഫ്യൂണറൽ ഹോംസിന്റെ സർവീസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഫ്യൂണറൽ ഹോംസിന്റെ സർവീസ് ചെയ്യുന്ന
ഒരു പാർട്ടാണ് പ്രൈവറ്റ് മോർച്ചറി. അപ്പൊ അതാ പറഞ്ഞത്. അപ്പൊ ബോഡി നമുക്ക് അവിടെ കീപ്പ് ചെയ്യുകയും ചെയ്യാം. ഇനി നമ്മളത് ആവശ്യപ്പെടുകയാണ് സംസ്കരിക്കുക ആണോ, അതായത് അത് ക്രിമേഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്കുടെ കീഴിൽ തന്നെ വരുന്ന ഫ്യൂണറൽ ഹോംസ് ഉണ്ട്, അവിടെ ആ ബോഡി സംസ്കരിക്കുകയും ചെയ്യും. അതാണ് ബോഡി സൂക്ഷിക്കുകയും ആവശ്യമാണെങ്കിൽ സംസ്കരിക്കുകയും ചെയ്യും എന്നാണ്. അത് ഏതാണ് ഈ ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്ന് പറയുന്നത് ഈ ഏതാ പ്രൈവറ്റ് മോർച്ചറിയുടെ കീഴിൽ, ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ വരുന്നതാണ് പ്രൈവറ്റ് മോർച്ചറി. They comes under the category either of funeral homes or funeral parlor. പ്രൈവറ്റ് മോർച്ചറി ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ വരുന്നതാണ്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അത്രയും അതിനകത്ത് പറയുന്നുള്ളൂ. അപ്പൊ ബോഡി സൂക്ഷിക്കുകയും അവിടെ ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യാ, നമുക്ക് അവിടെ നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ദഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 ടൈപ്പ് ഓഫ് മോർച്ചറിയാണ് നമ്മൾ പറഞ്ഞത്. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് മരിച്ച ആള് അത് പൂർണ്ണമായിട്ട് മരിച്ചു എന്ന് ഉറപ്പിക്കുന്നത് വരെ ബോഡി കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, വെയിറ്റിംഗ് മോർച്ചറി അവിടെ നമ്മള് എന്താണ് വെയിറ്റിംഗ് മോർച്ചറി വേർ അറ്റൻഡൻസ് അവിടെ അവരെ എന്ത് ചെയ്യാ നിരീക്ഷിക്കും. എന്തെങ്കിലും മരിച്ച ആൾക്ക് എന്തെങ്കിലും ജീവന്റെ ഒരു അടയാളം ഉണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കും. എന്നിട്ട് ആ ബോഡി നമ്മൾ കുറച്ച് ഭാഗികമായിട്ട് ഡീകേ ചെയ്യുന്നവരെ അവിടെ സൂക്ഷിക്കും. ഓക്കെ, ഇത് മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് അല്ലെങ്കിൽ അത് സംസ്കരിക്കുള്ളൂ. ഇനി ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെയോ അല്ലെങ്കിൽ അതൊക്കെ ഉള്ളിൽ വരുന്നതാണ്. അല്ലെങ്കിൽ കെയർ സെന്റർ, ഹോസ്പിസ്, റിട്ടയർമെന്റ് ഹോം ഇതിനോടൊക്കെ ചേർന്ന് വരുന്നതായിരിക്കും ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറീഡ് പേഴ്സൺ ആയിരിക്കും അവിടെ ഉള്ളത്. അതിന് മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻ എന്നാ പറയുന്നത്. ഓക്കെ, ഇത് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു ഭാഗമാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓട്ടോപ്സി, ഫോറൻസിക് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടോപ്സി സൈറ്റ് ആയിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പ്രൈവറ്റ് മോർച്ചറിയെ പറയുന്നത്. പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞാൽ ബോഡി സൂക്ഷിക്കുകയും ഇനി അഥവാ അവിടെ നമ്മൾ ആവശ്യമാണെങ്കിൽ സംസ്കരിക്കുകയും ചെയ്യുകയും ചെയ്യും. അതാണ് പ്രൈവറ്റ് മോർച്ചറി. ഒരു പ്രൈവറ്റ് സ്ട്രക്ചർ ആയിരിക്കും. ഈ ബോഡിയൊക്കെ നമുക്ക് സംസ്കരിക്കാനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡീസ് ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് പ്രൈവറ്റ് മോർച്ചറി. വീടുകളിൽ, അതാണ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞത്. വീടുകളിലൊക്കെ മരിക്കുകയാണ്, ഒരാഴ്ച ബോഡി കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വെക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ബോഡി പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ക്ലിയർ ആയോ നോക്കിയേ? ഇത് സാധാരണ വീടുകളിൽ ഡെത്ത് സംഭവിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ പ്രൈവറ്റ് മോർച്ചറിനെ ആശ്രയിക്കുന്നത്. ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ തന്നെ കീപ്പ് ചെയ്യാലോ. വീടുകളിലൊക്കെ മരിക്കുമ്പോഴാണ് നമ്മൾ പ്രൈവറ്റ് മോർച്ചറിനെ ഇരിക്കുന്നത്. പിന്നെ എല്ലാ പ്രൈവറ്റ് മോർച്ചറിയും ഇങ്ങനെയാണ് ഫ്യൂണറൽ ഹോംസുകളായിട്ടാണ് നടത്തുന്നത്. അപ്പൊ അതിന്റെ കീഴിൽ അവിടെ ഫ്യൂണറൽ ഹോംസുകളും ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ ബോഡി നമുക്ക് കീപ്പ് ചെയ്യുകയും ചെയ്യാം. ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് സംസ്കാരവും നടത്താം. അപ്പൊ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളും ബെനിഫിറ്റ് ആണ്. രണ്ടിലും അവർക്ക് അതിനുള്ള പൈസ കിട്ടും അല്ലെ. കീപ്പ് ചെയ്യുന്നതിന് ഓരോ ദിവസവും കീപ്പ് ചെയ്യുന്നതിനും ഓരോ റെന്റ് ഉണ്ട്, 3 രൂപ വീതം ഉണ്ട്. അങ്ങനെ അതനുസരിച്ച് അതും കിട്ടും. പിന്നെ സംസ്കാരത്തിൽ ചെയ്യുന്നതിനുള്ള പൈസയും എക്സ്ട്രാ കിട്ടും. ഓക്കെ, പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്ന ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ വരുന്നതാണ് പ്രൈവറ്റ് മോർച്ചറി. ഫ്യൂണറൽ ഹോംസും ഇതും റിലേറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അടുത്തത് ക്ലിയർ ആയോ? ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഫ്യൂണറൽ ഹോംസിന്റെ സർവീസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് പ്രൈവറ്റ് മോർച്ചറി. ഫ്യൂണറൽ ഹോംസിന്റെ സർവീസ് കൂടി ചെയ്യും, അത്രയും ഓർത്താൽ മതി. ഫ്യൂണറൽ ഹോംസിന്റെ സർവീസ് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ ഒരു പാർട്ടാണ് പ്രൈവറ്റ് മോർച്ചറി. ഹോസ്പിറ്റലിന്റെ അല്ല, ഫ്യൂണറൽ ഹോംസിന്റെ സർവീസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. അത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു എന്താ പറയാ, ഒരു പ്രൈവറ്റ് സ്ട്രക്ചർ ആയിരിക്കും.
ഓക്കെ. പിന്നെ അടുത്തത് മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. ഒരു മോർച്ചറി എൻവയോൺമെന്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. ദ മോർച്ചറി occupancy register is updated precisely. Precisely എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട്. അപ്പൊ നമ്മൾ അവിടെ രജിസ്റ്റർ ഉണ്ടാവും. ഈ ഡെഡ് ബോഡിയുടെ ഇത് ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പൊ എന്താ പറയാ, എത്ര ദിവസം, 2 ദിവസം വെക്കണം അല്ലെങ്കിൽ ഇത്ര ദിവസം കീപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു രജിസ്റ്റർ ഉണ്ടാവും. ആ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ കൃത്യമായിട്ടും അപ്ഡേറ്റ് ചെയ്യണം. ഇതാണ് ബോഡി കീപ്പ് ചെയ്യുന്ന ദിവസം, എത്ര ദിവസം കീപ്പ് ചെയ്യണം, അതൊക്കെ അവർ റെക്കോർഡാക്കി വെക്കും. അത് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. മോർച്ചറി ഓക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റഡ് പ്രീസിയസ്ലി. അടുത്തത് നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ്, ദ നെസസറി ടെമ്പറേച്ചർ ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ് ആൻഡ് സബ്സ്റ്റൈൻഡ്. അത് പിന്നെ അതുപോലെ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ടെമ്പറേച്ചർ എങ്ങനെ കൂടിപ്പോയി കഴിഞ്ഞാൽ ബോഡി ഡീക്കേ ആയി പോകൂലേ. അപ്പൊ അതിന് ആ ബോഡി ചീത്തയാവാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ടെമ്പറേച്ചർ കൂടിയാൽ നമുക്ക് ബോഡി ഡീക്കേ ആയി പോകും. അതുകൊണ്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ദ നെസസറി ടെമ്പറേച്ചർ ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ് ആൻഡ് സബ്സ്റ്റൈൻഡ്. സബ്സ്റ്റൈൻ ചെയ്യാന്ന് വെച്ചാൽ മെയിൻറ്റെയിൻഡ് എന്നുള്ള മീനിങ് തന്നെയാണ്. മെയിൻറ്റെയിൻ. ഓക്കെ, സബ്സ്റ്റൈൻ എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ തന്നെ. പിന്നെ ക്ലീൻനെസ് ആൻഡ് ടൈഡ്നെസ് ഓഫ് ദ മോർച്ചറി ഈസ് സബ്സ്റ്റൈൻ. പിന്നെ അതുപോലെ തന്നെ ക്ലീൻനെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ വേറെ എന്താ പറയാ, ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരാതിരിക്കാനും, അപ്പൊ അതിന്റെ ഉള്ളിലാണെങ്കിലും പിന്നെ അതുപോലെ ബോഡീസ് ആണെങ്കിലും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണമല്ലോ. അപ്പൊ അതൊക്കെ നല്ല സ്പിരിറ്റ് ഒക്കെ ഉപയോഗിച്ച് നല്ല ഇതൊക്കെ ആയിട്ട് ബോഡി നന്നായിട്ട് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ അവിടെ അവരുടെ ആ സ്ഥലം, മോർച്ചറിയുടെ ആ ക്ലീൻനെസ് വൃത്തിയായിട്ട് നല്ല എന്താ പറയാ, നല്ല രീതിയിൽ ആ ഒരു ഭാഗവും മോർച്ചറി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ക്ലീൻനെസ് ആൻഡ് ടൈഡ്നെസ് ഓഫ് ദ മോർച്ചറി ഈസ് മെയിൻറ്റെയിൻ. അത് നിലനിർത്തണം. ക്ലീൻനെസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ അടുത്തതാണ് സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. സെക്യൂരിറ്റി, സുരക്ഷ, സെക്യൂരിറ്റി, നമ്മള് മോർച്ചറിയുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തണം. ഈ ക്രൈം കേസുകളൊക്കെ ഇല്ലേ, അപ്പൊ എന്താ പറയാ, കേസിന്റെ ഭാഗമായിട്ട് അതിന്റെ ആളുകള് സെക്യൂരിറ്റി, ബോഡി വേണമെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോകാം. ഇപ്പൊ ഇങ്ങനെ ക്രൈംസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ തെളിവൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഡെഡ് ബോഡി അങ്ങനെയൊക്കെ എന്തോ ഒരു സംഭവങ്ങൾ, ആ ഡെഡ് ബോഡീസ് ഒക്കെ നശിപ്പിക്കാൻ വേണമെങ്കിൽ, അപ്പൊ അത് അങ്ങനെ ഡെഡ് ബോഡി മോഷ്ടിക്കാനൊക്കെ വരാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, മോർച്ചറിയുടെ സെക്യൂരിറ്റി, നമ്മൾ ആ സുരക്ഷ ഉറപ്പുവരുത്തണം. മോർച്ചറിയുടെ സുരക്ഷ നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ നിലനിർത്തുകയും ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയില്ല അത് സെക്യൂരിറ്റിയുടെ കാര്യം വായിച്ചാൽ? അല്ലെങ്കിൽ അവിടെ നിന്ന് ബോഡിയൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ അതിന് ആ മോർച്ചറിയുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തണം. ഓക്കെ, അടുത്ത ലാസ്റ്റ് പോയിന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഏജന്റ്സ് ആർ സ്ട്രിക്ട്ലി സസ്റ്റെയിൻഡ് ബൈ ഓൾ ടൈം. അത് തന്നെ, ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകാൻ ചാൻസ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ മോർച്ചറിയുടെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഇൻഫെക്ഷൻ ഒക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ് ആൻഡ് അജൻഡാസ് ആർ സ്ട്രിക്ട്ലി മെയിൻറ്റെയിൻഡ് ബൈ ഓൾ ടൈം. അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീജിയർ അല്ലേ, പ്രൊസീജിയർ, നടപടിക്രമങ്ങൾ. ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സുകളും അജണ്ടകളും പ്രൊസീജിയറും സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് മോർച്ചറി എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ നമ്മൾ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം കൃത്യമായിട്ട്. പിന്നെ അവിടെ ആരും വന്ന് പറയാനോ അല്ലെങ്കിൽ ഒരു തർക്കത്തിനൊന്നും വരുത്താത്ത രീതിയിൽ രജിസ്റ്ററുകളൊക്കെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ അടുത്തത് പറഞ്ഞത് ടെമ്പറേച്ചറിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. മോർച്ചറി ടെമ്പറേച്ചർ നമ്മൾ നിലനിർത്തണം. ടെമ്പറേച്ചർ അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ബോഡി ഡീക്കേ ആവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കൂടുമ്പോഴാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചെന്ന് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം.
നെസസറി ആയിട്ടുള്ള ടെമ്പറേച്ചർ കീപ്പ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ മോർച്ചറിയുടെ ക്ലീൻനെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലീൻനെസ് ആൻഡ് ടൈഡ്നെസ് ഓഫ് ദ മോർച്ചറി സസ്റ്റെയിൻ നിലനിർത്തണം. പിന്നെ സെക്യൂരിറ്റി, ബോഡിയൊക്കെ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാതെയൊക്കെ മോർച്ചറിയുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തണം. പിന്നെ അടുത്ത ഇൻഫെക്ഷൻ കൺട്രോൾ, ഇൻഫെക്ഷൻ പുറത്തേക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡുകളും പ്രൊസീജിയറുകളും നിലനിർത്തണം. ക്ലിയർ ആയോ? ഓക്കെ. ഇത് പിന്നെ അധികം അങ്ങനെ നമ്മളെ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഒരു എന്താ പറയാ, ഒരു സിനിമ ഉണ്ടാവില്ല ഇരിക്കണ്ടാവും, ഒരു കഥ കേട്ടവര് എല്ലാവരും ഇരിക്കണേ അല്ലെ. ഇങ്ങനെ നമുക്കതിങ്ങനെ പറഞ്ഞു പോകാവുന്ന കാര്യമാണ്. പോയിന്റ്സ് മാത്രമല്ല, നമുക്ക് അത് വേണമെങ്കിൽ എന്താ പറയാ അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇതാരും ഒന്നും മിണ്ടാത്ത, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവില്ലേ നിങ്ങക്ക്? എല്ലാവരും അവിടെ ഇല്ലേ? ഇവിടെ പോയോന്ന് അറിയാൻ പറ്റുന്നില്ല, അങ്ങനെ മ്യൂട്ട് ചെയ്തു ഒന്നുകൊണ്ട്. അപ്പൊ നമ്മള് ഇന്ന് പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയാ ഫങ്ഷണൽ ഏരിയ 6? രജിത എന്ന് പറഞ്ഞേ വേഗം. ഫങ്ഷണൽ ഏരിയ ഇന്ന് നമ്മൾ ഏതൊക്കെ ഫങ്ഷണൽ ഏരിയ എന്ന് നോക്കിയതാ? ജിത, ജലദോഷാണോ മൂക്കടഞ്ഞിരിക്കുക? ഒന്ന് ഹെൽപ്പ് ചെയ്ത ആരെങ്കിലും? മേഘ ഉണ്ടോ? മേഘ ഉണ്ട്. ഞാൻ ഇച്ചിരി വൈകിയ കയറിയതാ. സന്ധ്യ ഷിബു പറഞ്ഞേ, ഏതൊക്കെ ഫങ്ഷണൽ ഏരിയ നമ്മൾ ഇന്ന് നോക്കിയത്? ഫസ്റ്റ് തൊട്ട് പറയണോ മാം? ഫസ്റ്റ് തൊട്ട് ഇന്ന് നമ്മൾ പറഞ്ഞത് മാത്രം ഒന്ന് വേഗം പറഞ്ഞാൽ മതി. ഏതൊക്കെയാ പറഞ്ഞേ? പോസ്റ്റ്മോർട്ടം റൂം, പോസ്റ്റ്മോർട്ടം റൂം, ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസിംഗ്, ഡോക്ടേഴ്സ് റൂം, സ്റ്റോർ റൂം, room for technician and assistants, changing room and toilet. Changing room and toilet. Actually, നമ്മൾ എന്താ ഒരു ഡിഫറൻസ് പറഞ്ഞ? ഓപ്പറേഷൻ തിയേറ്ററും ഈ പോസ്റ്റ്മോർട്ടം റൂമും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞ എന്താ? യെസ് മാം. ഓപ്പറേഷൻ തിയേറ്ററിലാവുമ്പോ അവിടെ അറ്റ്മോസ്റ്റ് കെയർ ആയിരിക്കും കൊടുക്കേണ്ടി വരിക. അതായത് പുറത്തു നിന്നുള്ള ഇൻഫെക്ഷൻസ് രോഗിയുടെ മേലേക്ക് ആവാൻ പാടില്ല. മോർച്ചറി ആവുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഡെഡ് ബോഡിയിൽ നിന്നുള്ള ഇൻഫെക്ഷൻ പുറത്തോട്ട് വരാതിരിക്കാനുള്ള കെയർ ചെയ്യും. ഡെഡ് ബോഡിയിലുള്ള മോർച്ചറിയുടെ അകത്ത് നിന്നുള്ള ഇൻഫെക്ഷൻ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. രണ്ടും സെയിം പ്രൊസീജിയറാണ് നടത്തുന്നത്. രണ്ടും നമ്മുടെ ബോഡി കയറി എക്സാമിൻ ചെയ്യാണ് അല്ലെ, ഓപ്പറേഷൻ ചെയ്യാണ്, രണ്ടും എക്സാമിൻ ചെയ്യാണ്. ആ ഡിഫറൻസ് അതാണ്. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? പിന്നെ അറിയാം, ഓഫീസ് റൂം, ഡോക്ടർ റൂം വേണം, സ്റ്റോർ റൂം, സാധനങ്ങൾ വെക്കാൻ സ്പിരിറ്റ് ഇതൊക്കെ സൂക്ഷിക്കാൻ സ്റ്റോർ റൂം വേണം, ടെക്നീഷ്യൻ അസിസ്റ്റൻസ് അവർക്ക് വേണ്ട റൂം വേണം, ചേഞ്ചിങ് റൂം വേണം, ടോയ്ലറ്റ് വേണം. ഓക്കെ, ഇതൊക്കെ ക്ലിയർ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ടൈപ്പ് ഓഫ് മോർച്ചറി ഏതൊക്കെയായിരുന്നു? 3 ടൈപ്പ് ഓഫ് മോർച്ചറി. അക്ഷയ ഉണ്ടോ? സുകന്യ ഉണ്ടോ? സുകന്യ, ആരോമൽ, അവിടെ പോയിക്കോ. ആരോമൽ, സുകന്യ ഉണ്ട്. ഓക്കെ, ഏതൊക്കെയായിരുന്നു നമ്മൾ 3 മോർച്ചറി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോർച്ചറി പറഞ്ഞ ഏതൊക്കെയാ? ഫസ്റ്റ് പോയിന്റ് വെയിറ്റിംഗ് മോർച്ചറി. വെയിറ്റിംഗ് മോർച്ചറി. വെയിറ്റിംഗ് മോർച്ചറി എന്തിനു വേണ്ടിയിട്ടാ? 1 മിനിറ്റ് മിസ് ഇപ്പൊ പറയാം. മരിച്ചു വരെ നമുക്ക് ആ ബോഡി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ഏതാ? ഹോസ്പിറ്റൽ മോർച്ചറി. അത് ഹോസ്പിറ്റലിന്റെ തന്നെയുള്ള ഒരു സർവീസ് ആണ് അല്ലെ? അതെ അതെ. എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഓട്ടോപ്സി സൈറ്റ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ കെയർ സെന്റർ, ഹോസ്പിറ്റൽ, റിട്ടയർമെന്റ് ഹോം, ഇതിന്റെയൊക്കെ ഉള്ളിൽ തന്നെ നമുക്ക് അതിനോട് ചേർന്ന് ഒരു ഹോസ്പിറ്റൽ മോർച്ചറി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അടുത്തതാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞത്. പ്രൈവറ്റ് മോർച്ചറി എന്ത് ഇതിനു വേണ്ടിയിട്ടാ?
നമുക്ക് ഡെഡ് ബോഡീസ് ഇപ്പൊ വീട്ടിലൊക്കെ മരിക്കുന്ന സാഹചര്യങ്ങളിലാണെങ്കിലും നമുക്ക് ബോഡീസ് നമുക്ക് കുറച്ച് ദിവസം കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വേഗം പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് മാറ്റാം. അവിടെ ബോഡി കീപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ അവിടെ ബെറിയൽ ഫെസിലിറ്റിയും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? പിന്നെ ലാസ്റ്റ് നമ്മള് മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ് പറഞ്ഞത്. അതൊരു 5 പോയിന്റ് ഉള്ളൂ. അത് കൂടി ഒന്ന് വായിച്ചു നോക്കാം. ഇപ്പൊ നെക്സ്റ്റ് മൺഡേ നമുക്ക് ടെസ്റ്റ് പേപ്പർ പറഞ്ഞത് ഇടാം കേട്ടോ. 3 ചാപ്റ്റർ 2-3 ദിവസം കൂടി ഉണ്ട്. അപ്പോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ ഇരുന്ന് പഠിക്കുക കേട്ടോ. ഇനി ഒരു ചെറിയൊരു പോർഷനും കൂടി ഉള്ളൂ നമുക്ക്. ഓട്ടോപ്സി, അതെ ഇതേ ഉള്ളൂ. പർപ്പസ് ഓഫ് MI ഓട്ടോപ്സി ഉണ്ട്. ഒരു ചെറിയൊരു ഇതും കൂടി കഴിഞ്ഞ ചാപ്റ്റർ. അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. അപ്പോ ഇതൊന്നുകൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ഇതപ്പോ ആ ക്വസ്റ്റ്യൻസ് നോക്കി ഒന്നുകൂടി നോക്കാം. ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞു പോകാനേ നമുക്ക് പറ്റുള്ളൂ. ഈ ഒരു ചാപ്റ്റർ അങ്ങനെ ഒരു ഇതാണ്. ഓക്കെ, ടെസ്റ്റ് പേപ്പറിന്റെ ചാപ്റ്റേഴ്സ് ഏതാ? ഭയങ്കര മഴയായതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ്. നിങ്ങൾക്ക് മഴയുണ്ടോ അവിടെ? കേൾക്കാൻ പറ്റുന്നില്ല സൗണ്ട്. അശ്വതി എന്താ പറഞ്ഞേ? മഴ. ഇവിടെ ഭയങ്കര മഴയുണ്ട്. അതായത് ഭയങ്കര സൗണ്ട്. ചാപ്റ്റേഴ്സ് ഏതെന്നാ ചോദിച്ചേ? ടെസ്റ്റ് പേപ്പറിനുള്ള ചാപ്റ്റേഴ്സ് എന്താണ് സന്ധ്യ പറഞ്ഞേ? ടെസ്റ്റ് പേപ്പറിനുള്ള ചാപ്റ്റേഴ്സ് ഏതാന്ന്? ചാപ്റ്റേഴ്സാ? അയ്യോ, ചാപ്റ്റേഴ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞേ? 3 ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. അപ്പൊ ഇന്ന് പഠിച്ചില്ലായിരുന്നോ സന്ധ്യ? നമ്മൾ പറഞ്ഞത് ഇല്ല, ഞാൻ വിചാരിച്ച മൊത്തത്തിലാന്ന് ടീച്ചർ പഠിപ്പിച്ചത്. മൊത്തത്തിലാന്നു. ഇല്ല, നമ്മൾ ആദ്യത്തെ 5 ചാപ്റ്റർ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തതല്ലേ. 3 ചാപ്റ്റർ ഉള്ളൂ കേട്ടോ. ഡയറ്ററി, ഡയാലിസിസ്, നോസോകോമിയൽ ഇൻഫെക്ഷൻ, HAI ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. 3 ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യും. ഓക്കെ, താങ്ക് യു മാം. നെക്സ്റ്റ് ട്രീസ മിസ് അല്ലേ? ട്രീസ മിസ് അവിടെ വെയിറ്റിംഗിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. മൺഡേ കാണാം. എല്ലാവരും പഠിച്ചൊക്കെ മെഡിക്കുകളൊക്കെ ആയിട്ട് ഇരുന്നോ. ഓക്കെ, ബൈ.